അപ്പോൾ സെക്കൻഡ് ഓഫ് തെർമോഡൈനാമിക്സ് നമ്മൾ കണ്ടു. ഓക്കെ, അപ്പോൾ ഈ നിയമം നമ്മളോട് പറയണത് എന്താ? ഇറ്റ് ടെൽസ് യു ദാറ്റ് വിത്തൗട്ട് ഹാവിങ് എൻ എക്സ്റ്റേണൽ സോഴ്സ് യു കനോട്ട് ഹാവ് എ കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് വർക്ക്. ഓക്കെ, അത് നമ്മൾ കണ്ട ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ നമ്മൾ ഇനി പറയാൻ പോകുന്നത് ശരി അങ്ങനെയാണെങ്കിൽ വേണ്ട, നമുക്ക് ഒരു കാര്യം ചെയ്യാം. ലെറ്റ് us സപ്ലൈ ഹീറ്റ് എനർജി. ഓക്കെ, ലെറ്റ് us സപ്ലൈ ഹീറ്റ് എനർജി സോ ദാറ്റ് എ ഗ്യാസ് ക്യാൻ ഡു വർക്ക്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഹീറ്റ് എഞ്ചിൻ ഉണ്ടാക്കിയെടുക്കാം. Now what is a heat engine? A heat engine is something that converts heat energy to mechanical energy. ഓക്കെ, നമുക്ക് ഹീറ്റ് എനർജി എടുത്തിട്ട് അതിനെ മെക്കാനിക്കൽ എനർജി ആക്കി മാറ്റുന്ന ഒരു എന്താണ് ഒരു എഞ്ചിനാണ് നമ്മൾ എന്ത് പറയുക, ഒരു മെഷീനാണ് നമ്മൾ എന്ത് പറയുക, ഹീറ്റ് എഞ്ചിൻ എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ യുവർ സ്റ്റീം എഞ്ചിൻ, ഇറ്റ്സ് എ ഹീറ്റ് ബിക്കോസ് ഇറ്റ് ടേക്സ് ഹീറ്റ് എനർജി ആൻഡ് ഇറ്റ് കൺവേർട്സ് ഇറ്റ് ടു വർക്ക്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അറിയേണ്ടത് ഇങ്ങനെ ഒരു ഹീറ്റ് എഞ്ചിൻ ആണെങ്കിൽ, ഹീറ്റ് എഞ്ചിൻ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ലെറ്റ് us ഫസ്റ്റ് ഓഫ് ഓൾ കൺസിഡർ ആൻ ഐഡിയൽ ഹീറ്റ് എഞ്ചിൻ. ഓക്കെ, ആൻ ഐഡിയൽ എഞ്ചിൻ. അപ്പോൾ നമുക്ക് അറിയേണ്ടത് ഇത്തരത്തിലൊരു എഞ്ചിൻ നമുക്ക് ഉണ്ടെങ്കിൽ ഹൗ ക്യാൻ യു എക്സ്ട്രാക്ട് വർക്ക്. ഓക്കെ, ഹൗ ക്യാൻ എക്സ്ട്രാക്ട് എക്സ്റ്റേണൽ വർക്ക് ഫ്രം ദിസ് എഞ്ചിൻ. അപ്പോൾ അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ കാർനോട്ട്സ് എഞ്ചിൻ എന്നുള്ളത് ഇറ്റ് ഈസ് എ ഡെമോൺസ്ട്രേഷൻ ഓഫ് ദി സെക്കൻഡ് ഓഫ് തെർമോഡൈനാമിക്സ് ദാറ്റ് ഷോസ് യു ദാറ്റ് if you supply a continuous if you give a continuous supply of heat energy, you can extract heat from an engine. Okay, അപ്പോൾ എങ്ങനെ നമുക്ക് ഹീറ്റ് എനർജി എക്സ്ട്രാക്ട് ചെയ്യാനുള്ള ഐഡിയ ആണ് നമ്മൾ കാർനോട്ട്സ് എഞ്ചിൻ എന്നുള്ള തിയറട്ടിക്കൽ എഞ്ചിൻ കൊണ്ട് പഠിക്കാൻ പോകുന്നത്. ഈ കാർനോട്ട്സ് ഹീറ്റ് എഞ്ചിൻ എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഇസ് എ എഞ്ചിൻ ഓർ ഇറ്റ്സ് എ മെഷീൻ ദാറ്റ് കൺവേർട്സ് ഹീറ്റ് എനർജി ടു മെക്കാനിക്കൽ എനർജി. Now this heat engine it is a theoretical engine. നമുക്ക് പ്രാക്ടിക്കലായിട്ട് ഈ ഒരു ഹീറ്റ് എഞ്ചിൻ പോസിബിൾ അല്ല, കാരണം പല ലിമിറ്റേഷൻസും വരും. ലിമിറ്റേഷൻ എന്താ നമ്മളിപ്പോൾ കാണുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് കാരണം ഹീറ്റ് എഞ്ചിൻ വെച്ചാൽ ഇറ്റ് ഈസ് എ മെഷീൻ ദാറ്റ് കണ്ടെയ്ൻസ് മെനി കമ്പോണൻസ്. ഓക്കെ, ഏറ്റവും ആദ്യത്തെ കമ്പോണന്റ് എന്താ? ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ് കണ്ടെയ്ൻസ് എ സിലിണ്ടർ വിത്ത് എ പിസ്റ്റൺ. ഓക്കെ, വെറും സിലിണ്ടർ അല്ല, ഈ സിലിണ്ടറിന്റെ വാൾസ് എങ്ങനെയാണെന്ന് വെച്ചാൽ the walls of the cylinder are perfectly insulating. Insulating എന്ന് വെച്ചാൽ എന്താണ്? നമ്മളിപ്പോൾ ഒരു സിലിണ്ടർ എടുത്തു കഴിഞ്ഞാൽ we can say that the walls are like this. You consider a cylinder. ഈ ചുറ്റുള്ളതിന്റെ വാൾ ഇറ്റ്സ് ലൈക്ക് എ പൗഡർ ടി. നമ്മുടെ ഈ പൗഡർ ചെപ്പ് പോലെ സിലിണ്ടറിക്കൽ ബോഡി വിത്ത് ആൻ ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് സർഫസ്. അപ്പോൾ ഇതിന് പുറമെ ഈ ഒരു സർഫസിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇറ്റ് ഇസ് പെർഫെക്റ്റ്ലി ഇൻസുലേറ്റിംഗ്. പെർഫെക്റ്റ്ലി ഇൻസുലേറ്റിംഗ് എന്ന് വെച്ചാൽ എന്താണ്? ചൂടിനെ പുറത്തേക്കും കടത്തി വിടില്ല, പുറത്തുനിന്നുള്ള ചൂടിനെ അകത്തേക്കും കയറ്റി വിടില്ല. ഓക്കെ, സോ ഇറ്റ് ഈസ് പെർഫെക്റ്റ്ലി ഇൻസുലേറ്റിംഗ് വാൾസ് ആൻഡ് എ പെർഫെക്റ്റ്ലി കണ്ടക്ടിങ് ബോട്ടം. ഈ ഭാഗത്ത് ചൂട് യഥേഷ്ടം അകത്തേക്കും പോകാം, പുറത്തേക്കും പോകാം. ഈ സർഫസ് ചൂടിനെ അബ്സോർബ് ചെയ്യില്ല. ഓക്കെ, ദിസ് വിൽ ജസ്റ്റ് അലൗ ഹീറ്റ് എനർജി ടു ഗോ ബാക്ക് ആൻഡ് ഫോർത്ത്, പുറത്തേക്കോ അകത്തേക്കോ യഥേഷ്ടം സഞ്ചരിക്കാൻ ഈ സർഫസ് വഴിയിൽ സാധിക്കും. അതായത് നമ്മൾ പറഞ്ഞ ഈ ടോപ്പ് ആൻഡ് ബോട്ടം സർഫസസ് ദേ ആർ പെർഫെക്റ്റ്ലി കണ്ടക്ടിങ്. ഓക്കെ, ഇതാണ് ആദ്യത്തെ കമ്പോണന്റ്. ഇനി രണ്ടാമത്തെ കമ്പോണന്റ്, സോ ദിസ് ഇസ് ദി നൗ ഓൾസോ ദിസ് സിലിണ്ടർ ഇസ് ഫിറ്റഡ് വിത്ത് എ പിസ്റ്റൺ. whose this part is also insulating. അപ്പോൾ ഈ പ്രതലത്തിലൂടെ ഹീറ്റിന് മുകളിലേക്ക് പോകാനും പറ്റില്ല, പുറമേ ഹീറ്റിനെ അകത്തേക്ക് കയറാനും പറ്റില്ല. ഓക്കെ, ഇനി ഇതിനകത്ത് എന്താ? ഇറ്റ് കണ്ടെയ്ൻസ് 1 mole of an ideal gas. ഇറ്റ് കണ്ടെയ്ൻസ് എ 1 mole of ideal gas. ഓക്കെ, അപ്പോൾ ഇതാണ് സിലിണ്ടറിന്റെ കാര്യം. ഇനി നമ്മൾ എടുക്കുന്ന ഈ പിസ്റ്റൺ, there is no friction. Okay, this cylinder piston is having no friction. Okay, അപ്പോൾ ഇതാണ് നമ്മുടെ സിലിണ്ടറിന്റെ കാര്യം. ഇതിനകത്തിരിക്കുന്ന 1 mole of ideal gas ആണ്. ഇനി നമ്മൾ ഇനി പറയുന്നത് now the second component is this is our second component. This is the cylinder. ഇതാണ് സോഴ്സ് നമ്മൾ വിളിക്കുക. Now what is a source? The source is a reservoir of heat. ഇതിലെ ഹീറ്റ് എനർജി ഇരിപ്പുണ്ട്. ഇതൊരു ഇറ്റ്സ് ലൈക്ക് എ ക്ലോസ്ഡ് ചേംബർ. ഓക്കെ, അപ്പോൾ ഈ സിലിണ്ടർ പോലെ തന്നെ വേറൊരു ക്ലോസ് ആയിട്ടുള്ള ചേംബർ, എന്ത് ഷേപ്പും ആയിക്കോട്ടെ, ലെറ്റ് ഇറ്റ് ബി ഓഫ് എനി ഷേപ്പ്. ദ ഐഡിയ ഇസ് ദാറ്റ് ഇറ്റ് കണ്ടെയ്ൻസ് ഹീറ്റ് എനർജി ഇൻസൈഡ്. ഇറ്റ് ഹാസ് എ ടെമ്പറേച്ചർ T1 എന്ന് മാത്രമല്ല നമുക്ക് ഇതിൽ നിന്നും ഹീറ്റ് എനർജി എക്സ്ട്രാക്ട് ചെയ്യാം. ഓക്കെ, കാരണം എന്താ വെച്ചാൽ ഈ ടോപ്പ് സർഫസ് ടോട്ടലി കണ്ടക്ടിങ് ആണ്. ഓക്കെ, അതായത് നമ്മൾ ഈ സിലിണ്ടർ എടുത്തതിന്റെ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന ടെമ്പറേച്ചർ T1 എന്നുള്ള
ഹീറ്റ് എനർജി ഇതിനുള്ളിലേക്ക് കടത്തിവിടാൻ നമുക്ക് സാധിക്കും. ഓക്കെ, അത് മാത്രമല്ല ദിസ് ഇസ് ഹാവിംഗ് ഇൻഫിനിറ്റ് ഹീറ്റ് കപ്പാസിറ്റി. എന്ന് വെച്ചാൽ ഹീറ്റ് കപ്പാസിറ്റി എന്നാണ് നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട്. എന്താ ഇറ്റ് ഇസ് amount of heat, amount of energy required to change the temperature of this gas by 1 degree Celsius. അതെന്താ ഇൻഫിനിറ്റി, അതായത് എത്ര ഹീറ്റ് വേണമെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് എടുക്കാം. The temperature will not change. Okay, so this is a source. The source is at a temperature T1. Okay, T1 Kelvin. It is having infinite heat capacity. എന്ന് വെച്ചാൽ എത്ര ഹീറ്റ് വേണമെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് വലിച്ചെടുക്കാം. The temperature will not decrease even by 1 Kelvin. Okay, so that is the source. ഇനി ഇതേപോലെ തന്നെ the third component is what is known as a sink. Okay, sink എന്ന് വെച്ചാൽ എന്താ, ഇതേപോലെ ഒരു ഹീറ്റ് റിസർവോയർ ആണ്. It is at a temperature T2 where T1 is larger than T2. അതായത് T2 ചെറിയ ടെമ്പറേച്ചർ ആണ്, T2 എന്ന ടെമ്പറേച്ചർ T1നേക്കാളും ചെറുതാണ്. ഇനി എന്താ സിങ്കിന്റെ പ്രത്യേകത? ഈ സിങ്ക് എന്ന് വെച്ചാൽ നമുക്കറിയാം ഇറ്റ് ഇസ് ലൈക്ക് സിങ്ക്, കിച്ചൺ സിങ്ക്. ഇത് ഒരു റിസർവോയർ ആണ്. എത്ര ഹീറ്റ് എനർജി വേണമെങ്കിൽ ഇതിലേക്ക് നമുക്ക് റിജക്ട് ചെയ്യാം. അതായത് നമ്മളിപ്പോൾ ഹീറ്റ് എനർജി പുറത്തേക്ക് വിടുകയാണ്, ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് എത്ര ഹീറ്റ് എനർജി വേണമെങ്കിലും കളയാം. ഓക്കെ, ഇതിന്റെ സ്പെസിഫിക് അതായത് ഹീറ്റ് കപ്പാസിറ്റി ഇൻഫിനിറ്റി ആണ്. അതായത് എത്ര ഹീറ്റ് എനർജി ഇതിലേക്ക് കൊടുത്താലും ഇതിന്റെ ടെമ്പറേച്ചർ T2 ആയിട്ട് നിലനിൽക്കും. Okay, so sink is also another heat reservoir at a lower temperature T2 having infinite heat capacity. So what do you mean by infinite heat capacity? You can reject any amount of heat. You can reject any amount of heat to T2, the temperature will not change. Okay, ini the final component is a stand. Is a സ്റ്റാൻഡ് എന്ന് വെച്ചാൽ നമുക്കറിയാലോ സ്റ്റാൻഡ്. ഇപ്പൊ ഈ സ്റ്റാൻഡിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ദിസ് ഇസ് എ പെർഫെക്റ്റ്ലി ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡ്. അതായത് ഒരു വസ്തുവിന്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ ഈ വസ്തു എന്നുള്ള ഹീറ്റ് ഈ സ്റ്റാൻഡിലേക്ക് ഒഴുകില്ല, അതല്ല സ്റ്റാൻഡിന്റെ ടെമ്പറേച്ചർ അകത്തേക്കും ഹീറ്റ് എനർജി അകത്തേക്കും ഒഴുകാൻ പോകുന്നു. സോ ദിസ് ഇസ് എ കംപ്ലീറ്റ്ലി ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡ്. ഓക്കെ, അപ്പൊ ഈ 4 കമ്പോണന്റ് ആണ് നമ്മുടെ ഹീറ്റ് എഞ്ചിനിലുള്ളത്. ഇനി നമ്മൾ പറയുമ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ ഈ സിലിണ്ടറിനകത്ത് ഇറ്റ് ഇസ് 1 mole ഓഫ് ഐഡിയൽ ഗ്യാസ്. ഓക്കെ, ഇതിനകത്തിരിക്കുന്ന വസ്തു നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻസൈഡ് ദ സിലിണ്ടർ there is something called as the working substance. What is working substance? It is a amount of gas which is going to be subjected to a thermodynamic processes so that we can extract work or heat energy. അപ്പോൾ ഈ വർക്കിംഗ് സബ്സ്റ്റൻസ് ആണ് വർക്ക് ചെയ്ത് നമുക്ക് ഊർജ്ജം തരാൻ പോകുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ എന്ത് പേര് വിളിക്കുന്നത്? വർക്കിംഗ് സബ്സ്റ്റൻസ്. നമ്മുടെ കേസിൽ വർക്കിംഗ് സബ്സ്റ്റൻസ് എന്താ? ഇറ്റ് ഇസ് 1 mole ഓഫ് ഐഡിയൽ ഗ്യാസ്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് അറിയേണ്ടത് എങ്ങനെയാണ് നമ്മൾ ഈ 1 mole ഐഡിയൽ ഗ്യാസിൽ നിന്ന് നമ്മൾ ഹീറ്റ് എനർജി അല്ലെങ്കിൽ വർക്ക് എക്സ്ട്രാക്ട് ചെയ്യാൻ പോകുന്നത് എന്ന കാര്യമാണ് നമുക്ക് പഠിക്കേണ്ടത്. അപ്പൊ ഇതിന്റെ വർക്കിംഗ് ആണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ദിസ് ഇസ് ദി വർക്കിംഗ് ഓഫ് ദ കാർനോട്ട് എഞ്ചിൻ. ഓക്കെ, അപ്പൊ ഇതിന്റെ വർക്കിംഗ് നമ്മൾ പറയാൻ പോകണം. വി ആർ ഗോയിങ് ടു ഡെമോൺസ്ട്രേറ്റ് ദിസ് വർക്കിംഗ് ത്രൂ ആൻ ഇൻഡിക്കേറ്റർ ഡയഗ്രം. അപ്പൊ ഇൻഡിക്കേറ്റർ ഡയഗ്രം നമ്മൾ കണ്ടിട്ടുണ്ട്, പലതരത്തിലുള്ള ഇൻഡിക്കേറ്റർ ഡയഗ്രം ഉണ്ട്. വി ആർ ഗോയിങ് ടു ടേക്ക് എ PV ഡയഗ്രം. ഓക്കെ, സോ ലെറ്റ് us take a PV ഡയഗ്രം. This is P, this is V. അപ്പൊ നമ്മൾ പറയുന്നത് ഈ വർക്കിംഗ് സബ്സ്റ്റൻസിന്റെ PV ഡയഗ്രം ആണിത്. Now we want to know how are the pressure and the volume going to change. അപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് let us start this point A where the pressure is P1, volume is V1. P1 V1 എന്നുള്ള പോയിന്റിൽ നിന്ന് നമ്മൾ തുടങ്ങുന്നു. ഓക്കെ, അപ്പൊ ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യാൻ പോകണം എന്താ? ഫസ്റ്റ് ഓഫ് ഓൾ we are going to create an ആദ്യം നമ്മൾ ഈ ഗ്യാസിനെ ചെയ്യാൻ പോകുന്നത് വി ആർ ഗോയിങ് ടു മേക്ക് ദിസ് ഗ്യാസ് എക്സ്പാൻഡ് ഐസോതെർമലി. ഐസോതെർമൽ എക്സ്പാൻഷൻ നമുക്കെല്ലാം അറിയാം. വാട്ട് യു മീൻ ബൈ ഐസോതെർമൽ പ്രോസസ്? ഇറ്റ് ഇസ് എ പ്രോസസ് വേർ ദ ടെമ്പറേച്ചർ ഇസ് നോട്ട് ഗോയിങ് ടു ചേഞ്ച്. അപ്പൊ നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ സിലിണ്ടർ എടുക്കുന്നു. ഏത്? നമ്മുടെ പെർഫെക്റ്റ്ലി ഇൻസുലേറ്റിംഗ് വാളും അതുപോലെ പെർഫെക്റ്റ്ലി കണ്ടക്ടിങ് ബോട്ടം ഉള്ള ഈ സിലിണ്ടർ നമ്മൾ എടുക്കുന്നു. എന്നിട്ട് നമ്മൾ ഇതിനെ എന്ത് ചെയ്യുന്നു? വി ആർ ഗോയിങ് ടു പ്ലേസ് ഇറ്റ് ഓൺ ടോപ്പ് ഓഫ് ദ സോഴ്സ്.
we're placing it on top of the source. Okay, അപ്പോൾ സോഴ്സിന്റെ പുറത്ത് വെക്കാൻ എന്താ പറ്റുക, ഓർക്കുക സോഴ്സിന്റെ ടെമ്പറേച്ചർ T1 ആണ്. അകത്തിരിക്കുന്ന ഗ്യാസ് T1 എന്നൊന്നുമില്ല, ഇറ്റ് ഇസ് അറ്റ് സം നോർമൽ ടെമ്പറേച്ചർ ആൻഡ് T1 ഇസ് അറ്റ് എ മച്ച് ഹയർ ടെമ്പറേച്ചർ. അപ്പൊ അങ്ങനെ വയ്ക്കുമ്പോൾ എന്താ സംഭവിക്കുക, T1ൽ നിന്നുമുള്ള ഹീറ്റ് എനർജി ഈ നമ്മുടെ ഈ ബോട്ടം വഴി അകത്തേക്ക് കയറി തുടങ്ങും. ഓക്കെ, ആൻഡ് വി ആർ അസ്യൂമിങ് ദാറ്റ് ദിസ് പ്രോസസ് ഇസ് വെരി സ്ലോ. ഓക്കെ, ദിസ് പ്രോസസ് ഇസ് വെരി സ്ലോ. അപ്പൊ അത് പതുക്കെ ആയാൽ എന്താ സംഭവിക്കുക, we know that a process that is very slow is an isothermal process. Temperatures are not going to change much. അപ്പോൾ ഈ ഒരു സോഴ്സിന്റെ പുറത്ത് ഈ പറഞ്ഞ പിസ്റ്റണിലുള്ള സിലിണ്ടർ വെച്ച് കഴിയുമ്പോൾ അകത്തിരിക്കുന്ന ഗ്യാസിന് എന്ത് സംഭവിക്കുക, ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്താ സംഭവിക്കുക, ഇത് എക്സ്പാൻഡ് ചെയ്യും അല്ലേ. അപ്പൊ ഈ എക്സ്പാൻഷൻ എന്താണ്, വളരെ പതുക്കെയാണ് സംഭവിക്കുന്നത്. അപ്പൊ ഇതെന്തൊരു എക്സ്പാൻഷൻ ആയിരിക്കും, ഇറ്റ്സ് ആൻ ഐസോതെർമൽ expansion. Now let us show this isothermal expansion like this. Okay, so this is isothermal expansion. It reaches point B where the pressure is V2, volume is V2. Okay, അപ്പോൾ ഇത് വെക്കുമ്പോൾ എന്താ പറ്റുക, ഈ പിസ്റ്റൺ പതുക്കെ മുകളിലേക്ക് ഉയർന്നു പോകും. സ്ലോലി ദിസ് പിസ്റ്റൺ വിൽ സ്റ്റാർട്ട് ടു റൈസ്. അപ്പോൾ എന്താ, ഈ ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് സംശയം വരും, പക്ഷേ ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ തണുക്കില്ല. ബിക്കോസ് എക്സ്പാൻഷൻ ഓൾവേസ് കോസസ് കൂളിംഗ്. സംഭവിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ തണുക്കാനുള്ള പ്രവണതയെ ആര് തടയും, ഈ സോഴ്സ് തടയും. കാരണം സോഴ്സിൽ നിന്ന് ഹീറ്റ് എനർജി നൽകാൻ പറ്റും നമുക്ക്. ഓക്കെ, സോ ദിസ് സോഴ്സ് എൻഷുവേഴ്സ് ദാറ്റ് ദ ഗ്യാസ് ഈസ് എക്സ്പാൻഡിങ് ഐസോതെർമലി. അതായത് ടെമ്പറേച്ചർ മാറാതെയാണ് ഈ എക്സ്പാൻഷൻ സംഭവിക്കുന്നതെന്ന് നമ്മൾ ഈ സോഴ്സ് T1 ടെമ്പറേച്ചർ ഇരിക്കുന്ന സോഴ്സ് ഉറപ്പുവരുത്തും. അപ്പൊ എന്താ സംഭവിക്കുക, ഈ ഐസോതെർമൽ എക്സ്പാൻഷൻ കഴിയുമ്പോൾ നമ്മുടെ അകത്തിരിക്കുന്ന ഐഡിയൽ ഗ്യാസിന്റെ ടെമ്പറേച്ചർ എത്രയായിരിക്കും, T1 ആയിരിക്കും. ഓക്കെ, remember it is an isothermal expansion. അത് മാത്രമല്ല, ഇനി ഇത് T1 ടെമ്പറേച്ചർ അല്ല കേട്ടോ, T1 ടെമ്പറേച്ചറിലേക്ക് നമ്മൾ കൊണ്ടുവരുമ്പോഴും പ്രശ്നമില്ല. കാരണം this process is very very slow. If you assume that, now let us assume that it is not like that, it is had some normal temperature. The temperature is slowly rising to T1. Okay, അപ്പോൾ ഈ പ്രോസസ്സ് നടക്കുന്നത് ടെമ്പറേച്ചർ T1. അപ്പൊ അത് നമ്മൾ ഇനി നമ്മൾ പറയാൻ പോകുന്നത് വെച്ചാൽ നമ്മൾ പെട്ടെന്ന് തന്നെ ഇതെടുത്ത് ഈ പറഞ്ഞ സിലിണ്ടർ എടുത്തിട്ട് എന്ത് ചെയ്യുന്നു, we are going to take this cylinder and place it on top of the stand. We are going to place it on top of the stand. അപ്പോൾ എന്ത് സംഭവിക്കും, ഈ പറഞ്ഞ ഐസോതെർമൽ എക്സ്പാൻഷൻ അവിടെ നിൽക്കും. അങ്ങനെയാണെങ്കിൽ can you say what is the work done? What is the work done in this process? Let us call this as let us say this is Q1, the heat that is transferred. Okay, എങ്ങനെ കണ്ടുപിടിക്കാം, we know the amount of work done in an isothermal process, അല്ലേ. It is PdV, അല്ലേ. ഇന്റഗ്രൽ PdV ആണ് നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ PV equal to RT നമ്മൾ പറഞ്ഞു. പിന്നെ P equal to RT by, now this is a constant K, അല്ലേ. that K by V is equal to P എന്ന് പറഞ്ഞാൽ നമുക്ക് ലോഗരിതം ആയിട്ട് കിട്ടി. So this is actually the work done W is equal to RT log V2 by V1, log V2 by V1. ഇവിടെ എന്താ, ടെമ്പറേച്ചർ ഈസ് T1. ഈ ഇക്വേഷൻ നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട്, മുമ്പത്തെ ക്ലാസ്സിലെ ഇക്വേഷൻ ഒന്ന് ചെക്ക് ചെയ്യാം. സോ ദിസ് ഇസ് ദി വർക്ക് ഡൺ ഇൻ ദി ഐസോതെർമൽ പ്രോസസ്. ഇനി നമ്മൾ പറയണത് എന്താ, അപ്പൊ ഒരു വർക്ക് നമുക്ക് കിട്ടി, ഇറ്റ് ഈസ് let us call it as W1 or this is same as Q1 equal to R T1 log V2 by V1. Okay, ഇനി നമ്മൾ എന്താ പറയണത്, ശരി ഇത്ര നമ്മൾ ചെയ്തു. നമ്മൾ നേരെ ആ ഗ്യാസിന്റെ ഈ പറഞ്ഞ സിലിണ്ടർ എടുത്തിട്ട് എവിടെ കൊണ്ടുവച്ചു, നമ്മുടെ സ്റ്റാൻഡിന്റെ പുറത്ത് കൊണ്ടുവച്ചു. is kept on the stand. സ്റ്റാൻഡിന്റെ പുറത്ത് വെച്ചുമ്പോൾ എന്താ സംഭവിക്കുക, remember this is an insulating stand. It does not allow heat to escape or to enter. Okay, ഇവിടെ ഈ എക്സ്പാൻഷൻ നടക്കുന്നതിന് ഇടയ്ക്കാണ് നമ്മൾ എന്ത് ചെയ്തത്, നേരെ ഓടിക്കൊണ്ട് സ്റ്റാൻഡിന്റെ പുറത്ത് കൊണ്ടുവച്ചത്. അപ്പൊ ഈ എക്സ്പാൻഷൻ ഇവിടെ കണ്ടിന്യൂ ചെയ്യും. പക്ഷെ പ്രശ്നം എന്താ, എക്സ്പാൻഷൻ നടക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്, remember for expansion we need energy.
ഈ എനർജി ഇവിടുന്ന് വരേണ്ടി വരും, ഈ പറഞ്ഞ ഗ്യാസിന്റെ ഇന്റേണൽ എനർജി നിന്ന് വലിച്ചെടുക്കേണ്ടി വരും. ഓക്കെ, ഈ എക്സ്പാൻഷൻ നിൽക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഓടി എടുത്ത് ഈ പറഞ്ഞ സിലിണ്ടർ കൊണ്ട് സ്റ്റാൻഡിന് പുറത്തു കൊണ്ടുവരും. അപ്പോൾ എക്സ്പാൻഷൻ നടന്നുകൊണ്ടിരിക്കുക. പക്ഷെ ഇപ്പൊ എന്താ പ്രശ്നമല്ലേ, ഈ എക്സ്പാൻഷൻ നടക്കണമെങ്കിൽ ഊർജ്ജം വേണം. നേരത്തെ നമ്മൾ സോഴ്സിന്റെ പുറത്ത് വെച്ചപ്പോൾ ഊർജ്ജം ആര് കൊടുക്കും? സോഴ്സ് കൊടുക്കും, T1 ടെമ്പറേച്ചറിൽ ഇരിക്കുന്ന സോഴ്സ് കൊടുക്കും. പക്ഷെ ഇവിടെ ഇപ്പൊ എന്താ സംഭവിക്കുക, എക്സ്പാൻഷൻ നടക്കണമെങ്കിൽ ദ എനർജി ഹാസ് ടു കം ഫ്രം ദി ഇന്റേണൽ എനർജി ഓഫ് ദി ഗ്യാസ്, ഐഡിയൽ ഗ്യാസ്. അപ്പൊ എന്താ സംഭവിക്കുക, ഇറ്റ് വിൽ യൂസ് ദ ഇന്റേണൽ എനർജി ഓഫ് ദ ഗ്യാസ് ആൻഡ് അണ്ടർഗോ ആൻ അഡയബാറ്റിക് എക്സ്പാൻഷൻ. എന്തുകൊണ്ട് അഡയബാറ്റിക് എന്ന് പറയാൻ കാരണം, ദർ ഇസ് നോ എക്സ്ചേഞ്ച് ഓഫ് ഹീറ്റ് ഹിയർ. ഓർക്കുക, ഈ വാൾസ് ഒക്കെ പെർഫെക്റ്റ്ലി ഇൻസുലേറ്റിംഗ് ആണ്, സ്റ്റാൻഡ് പെർഫെക്റ്റ്ലി ഇൻസുലേറ്റിംഗ് ആണ്, ഇതിന്റെ ഈ പറഞ്ഞ പിസ്റ്റന്റെ ഈ ഭാഗം പെർഫെക്റ്റ്ലി ഇൻസുലേറ്റിംഗ് ആണ്. ആ സ്ഥിതിക്ക് ഊർജ്ജത്തിന് പുറത്തേക്ക് പോവുകയോ അകത്തേക്ക് ഇറക്കാൻ പറ്റില്ല. So which means that this is an isolated system. So this system is undergoing an adiabatic expansion. Okay, അപ്പോൾ രണ്ടാമത്തെ പ്രോസസ്സ്, the second process is an adiabatic expansion. അപ്പോൾ എന്തുകൊണ്ട് അഡയബാറ്റിക് എന്ന് പറയാൻ കാരണം, ഇവിടെ ഊർജ്ജം അകത്തേക്ക് കിടക്കുകയോ പുറത്തേക്ക് പോവുകയോ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതിന് വേണ്ട ഊർജ്ജം എവിടെ കിട്ടുക, ഇതിന്റെ ഇന്റേണൽ എനർജിയിലും വലിച്ചെടുക്കേണ്ടി വരും. ആൻഡ് വി നോ ദാറ്റ് ഇഫ് യു ടേക്ക് ഇന്റേണൽ എനർജി ഫ്രം എ സിസ്റ്റം, ദ ടെമ്പറേച്ചർ വിൽ ഫോൾ. കാരണം ഇന്റേണൽ എനർജി ഈസ് എ മെഷർ ഓഫ് ദ ടെമ്പറേച്ചർ. ഓക്കെ, ടെമ്പറേച്ചർ സൂചിപ്പിക്കുന്ന ഒരു സിസ്റ്റത്തിന്റെ ഇന്റേണൽ എനർജിയാണ്. അപ്പൊ ഇന്റേണൽ എനർജി കുറഞ്ഞു എന്ന് പറഞ്ഞു കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഇതിന്റെ ടെമ്പറേച്ചർ കുറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, ഓൾസോ ദിസ് ഇസ് എൻ അഡയബാറ്റിക് പ്രോസസ്. അപ്പൊ സംശയം വരെ, അഡയബാറ്റിക് പ്രോസസ് വളരെ ഫാസ്റ്റ് അല്ലേ, നമുക്ക് അഡയബാറ്റിക് പ്രോസസ് സ്ലോവാക്കി നടത്താം. ഓക്കെ, സോ ദിസ് ഇസ് എൻ അഡയബാറ്റിക് എക്സ്പാൻഷൻ. ഇപ്പൊ അഡയബാറ്റിക് എക്സ്പാൻഷൻ എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുക, ദ സ്ലോപ്പ് വിൽ ലുക്ക് ലൈക്ക് ദിസ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ വരാൻ കാരണം, മുമ്പത്തെ ക്ലാസ് നോക്കുക. ദ സ്ലോപ്പ് ഓഫ് എൻ അഡയബാറ്റിക് പ്രോസസ് ഇസ് larger than the slope of an isothermal process. Okay, it reaches point C. The pressure is P3, volume is V3, and the temperature is P2. Temperature now becomes P2. Sorry, temperature falls. Temperature താഴേക്ക് വരും. അപ്പോൾ ടെമ്പറേച്ചർ ഇവിടെ കുറയാണ് ചെയ്യുക, അതാണ് നമ്മൾ ഈ കാണിച്ചു തരാം. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ഇനി നമ്മൾ ചെയ്യുന്നത്, it is allowed to, the temperature is allowed to fall until T2. Okay, T2 എന്ന ടെമ്പറേച്ചർ നമ്മൾ കുറയാൻ അനുവദിക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്, ഇതിനെ ഓടിക്കൊണ്ട് ഈ സ്റ്റാൻഡിന്റെ പുറത്തുനിന്ന് എടുത്ത് മാറ്റിയിട്ട് ഇതിനെ നമ്മൾ സിങ്കിന്റെ പുറത്ത് വയ്ക്കും. ഇതാണ് നമുക്ക് ഇനി അടുത്ത കാണാനുള്ളത്. അപ്പൊ ഇനി നമുക്ക് ഇത് കാണാൻ മുമ്പായിട്ട് let us calculate the work done. Okay, so I want your work done in an adiabatic process. അതിന്റെ ഇക്വേഷൻ നമ്മുടെ റെഡിമെയ്ഡ് ആയിട്ടുണ്ട്. W is equal to integral P dV, where P V raised to gamma is a constant ൽ നിന്ന് നമ്മൾ ഡിറൈവ് ചെയ്ത് എടുത്തിട്ടുണ്ട്. The work done is actually R by gamma minus 1 into T1 minus T2. You see, work done in an adiabatic expansion where T1 is the initial temperature, T2 is the final temperature. Okay, gamma is Cp by Cv, R is the gas constant. Okay, അപ്പോൾ ഈ ഇക്വേഷൻ നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട്, ഓർമ്മയില്ലെങ്കിൽ മുമ്പത്തെ ക്ലാസ് ശ്രദ്ധിക്കുക. വർക്ക് ഡൺ ഇൻ ആൻ അഡിയാബാറ്റിക് പ്രോസസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ ദിസ് ഇസ് W2. So I can say that this is the heat exchange. Okay, so W2 is R by gamma minus 1 into T1 minus T2. ഇത്ര വർക്ക് ചെയ്യും. ഓർക്കുക, ഇത് രണ്ടും പോസിറ്റീവ് ആണ്, കാരണം രണ്ടും എക്സ്പാൻഷൻ ആണ്. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ എന്ത് പറയുന്നു, ശരി നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിനെ നമ്മൾ ഈ പറഞ്ഞ സ്റ്റാൻഡിന്റെ പുറത്തു നിന്നും എടുത്തു മാറ്റി സിങ്കിന്റെ പുറത്ത് കൊണ്ടുവയ്ക്കാം. ഓക്കെ, സോ ദി സിലിണ്ടർ ഈസ് നൗ പ്ലേസ്ഡ് ഓൺ ടോപ്പ് ഓഫ് ദി സിങ്ക്. സിങ്കിന്റെ പ്രത്യേകത എന്താ, ഇറ്റ് ഈസ് കെപ്റ്റ് അറ്റ് ടെമ്പറേച്ചർ T2. നമ്മൾ ഉറപ്പുവരുത്തുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ഈ ഗ്യാസ് അഡിയാബാറ്റിക് എക്സ്പാൻഷൻ നടത്തുമ്പോൾ തീർച്ചയായും ടെമ്പറേച്ചർ ഡൗൺ ആവും. എത്ര വരെ കുറയാൻ നമ്മൾ അനുവദിക്കുന്നു, T2 വരെ കുറയാൻ അനുവദിക്കുന്നു. ടെമ്പറേച്ചർ T2 ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഓടി എടുക്കൊണ്ട് ഇതുകൊണ്ട് എവിടെ കൊണ്ടുവയ്ക്കും, നമ്മൾ സിങ്കിന്റെ പുറത്ത് കൊണ്ടുവയ്ക്കും. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യാൻ പോണേ, ഇത് സിങ്കിന്റെ പുറത്ത് കൊണ്ട് വെച്ചിട്ട് വി ആർ ഗോയിങ് ടു കംപ്രസ് ദിസ് ഗ്യാസ്. ഈ പിസ്റ്റൺ നമ്മൾ താഴേക്ക് പതുക്കെ, വളരെ പതുക്കെ താഴേക്ക് പിടിച്ച് തള്ളുകയാണ്. അപ്പൊ എന്താ സംഭവിക്കുക, ഗ്യാസ് ഇസ് ഗെറ്റിംഗ് കംപ്രസ്. ഇനി അത് മാത്രമല്ല, നമ്മൾ വളരെ പതുക്കെയാണ് ഇത് കംപ്രസ് ചെയ്യുന്നത്.
Okay, so this becomes an isothermal compression. Okay, so now the third process is an isothermal compression. Isothermal compression എന്ന് പറയാൻ പേര് വരാൻ കാരണം എന്താ? കംപ്രഷൻ പേര് വരാൻ കാരണം എന്താ നമുക്ക് മനസ്സിലായി? പിസ്റ്റൺ നമ്മൾ പിടിച്ച് താഴേക്ക് ഞെക്കണം. അപ്പോൾ നമ്മൾ പിടിച്ച് ഞെക്കുക, ഗ്യാസിനെ നമ്മൾ കംപ്രസ് ചെയ്യുക. സോ ഇറ്റ് ഇസ് എ കംപ്രഷൻ. എന്തുകൊണ്ടാണ് നമ്മൾ ഐസോതെർമൽ കംപ്രഷൻ എന്ന് വിളിക്കാൻ കാരണം? പ്രോസസ് ഇസ് വെരി വെരി സ്ലോ എന്ന് മാത്രമല്ല, നമുക്ക് ഒരു സംശയം വരാൻ ചാൻസ്, ഇത് കംപ്രസ് ചെയ്യുമ്പോൾ ഗ്യാസിന്റെ ടെമ്പറേച്ചർ കൂടണമല്ലോ? കൂടില്ല. കാരണം നമ്മുടെ ഈ നമ്മുടെ ഈ സിലിണ്ടറിന്റെ അടിവശം പെർഫെക്റ്റ്ലി കണ്ടക്ടിങ് ആണ്, സിങ്കിന്റെ മുകൾ വശം പെർഫെക്റ്റ്ലി കണ്ടക്ടിങ് ആണ്. ഇത് രണ്ട് കോണ്ടാക്ട് ചെയ്യുമ്പോൾ ടെമ്പറേച്ചറിന് എന്ത് ചേഞ്ച് ഉണ്ടാവുന്നോ ആ ഹീറ്റ് മൊത്തം എങ്ങോട്ട് റിജക്ട് ചെയ്യുക? സിങ്കിലേക്ക് റിജക്ട് ചെയ്ത് കളയുന്നത്. Okay, since the process is very slow, there is enough time for this system to exchange heat in the sink. അപ്പോൾ എന്താ സംഭവിക്കുക? ഇഷ്ടംപോലെ സമയം കാരണം ഈ കൂടാൻ ചാൻസ് ഉള്ള ടെമ്പറേച്ചറിനൊക്കെ എങ്ങോട്ടൊക്കെ റിജക്ട് ചെയ്ത് കളയുന്നു? സിങ്കിലേക്ക് നിങ്ങൾ റിജക്ട് ചെയ്ത് കളയുന്നു. അപ്പോൾ എന്താ സംഭവിക്കുക? സിങ്കിന്റെ ടെമ്പറേച്ചർ നമ്മൾ നേരത്തെ പറയുന്നത് ഒരിക്കലും കൂടില്ല. ഹീറ്റ് കപ്പാസിറ്റി is infinite. Okay, so any increase of heat is rejected to the sink so that the gas inside remains at temperature T2. Okay, അപ്പോൾ മൂന്നാമത്തെ പ്രോസസ് എന്താ? അപ്പോ the third process is an isothermal compression. Third process is an isothermal compression. It's an isothermal compression. എന്തുകൊണ്ട് isothermal എന്ന് പറയാൻ കാരണം? Constant temperature, അല്ലേ? So now let us mark this as arrow marks. ഇത് ഇങ്ങോട്ടാണ് പോകുന്നത്, ഇത് ഇങ്ങോട്ടാണ് പോകുന്നത്. ഇനി നമ്മൾ അടുത്ത നമ്മളെന്താ പറയുക? ഐസോതെർമൽ കംപ്രഷൻ ആണ്. ഐസോതെർമൽ കംപ്രഷൻ ആകുമ്പോൾ എന്താ സംഭവിക്കുക? ടെമ്പറേച്ചർ T2 ൽ തന്നെ നിലനിൽക്കും. അപ്പോൾ സോ ലെറ്റ് us show this process like this. Let us show this process like this. എന്താ ഇങ്ങനെ കാണിക്കാൻ കാരണം? വോളിയം കുറയുകയാണ്, പ്രഷർ പതുക്കെ കൂടുകയാണ്. ഓക്കെ, ഐസോതെർമൽ ആണ്. സോ ടെമ്പറേച്ചർ റിമെയിൻസ് എ കോൺസ്റ്റന്റ്. Okay, so that is isothermal compression. ഇനി ഐസോതെർമൽ കംപ്രഷൻ നമ്മൾ എങ്ങനെ നടത്തുമെന്നാണ് പറഞ്ഞേ? സിങ്കിന്റെ പുറത്ത് വയ്ക്കുന്നു, പതുക്കെ പിസ്റ്റൺ പിടിച്ച് താഴ്ത്തുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം വരും, വാട്ട് ഈസ് ദി വർക്ക് ഡൺ? സോ ലെറ്റ് us say that at this point it reaches D where it is P4 V4. The pressure is P4, the volume is V4. അപ്പോൾ നമ്മൾ പറയും, നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പറയും, this work done W, let us call it as W3, is RT log final volume by initial volume ആണ്. അപ്പോൾ ഇവിടെ final volume V4 ആണ്, initial volume V3 ആണ്. Temperature എത്ര? It is T2, remember, this T2. Okay, so this is the work done in the isothermal compression. Now ആരാ വർക്ക് ചെയ്യുന്നത്? വർക്ക് നമ്മളാണ് ചെയ്യുന്നത്. We are doing this work. Okay, the work is done on the system. So this is volume change is 90. So this is actually minus. കാരണം V3 ചെറുതും V4 വലുതുമാണ്. സോറി, V4 ചെറുതും V3 വലുതുമാണ്. കാരണം വോളിയം ഇവിടുന്ന് കുറയുകയാണ് ചെയ്യുന്നത്. കാരണം ഈ വോളിയം ആക്സസ് ഇങ്ങോട്ടാണ് സഞ്ചാരം. So the volume is actually decreasing. So this ratio will be less than 1. So less than 1. So this logarithm term is negative. അപ്പോൾ ശരിക്കും W3 എന്നുള്ളത് എന്തായിരിക്കും? മൈനസ് ആയിരിക്കും. ഇതിന്റെ നെഗറ്റീവ് ആയിരിക്കും. Okay, so let us write it here. W3 is equal to RT2 log V4 by V3. Log V4 by V3. അപ്പോൾ നമ്മൾ ഇനി ഉറപ്പ് വരുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, പ്രഷർ P4ഉം വോളിയം V4 എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഈ ഗ്യാസിനെ ഓർക്കാൻ നമ്മൾ കംപ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കംപ്രസ് ചെയ്തുകൊണ്ട് ഇടയ്ക്ക് നമ്മൾ നോക്കി, പ്രഷറും വോളിയം നോക്കി, ഇത്രയാണെന്ന് കണ്ടപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഇതിനെ ഓടിക്കൊണ്ട് ഈ ഗ്യാസിനെ നമ്മളെടുത്തു. പിന്നെയും ഇതിനെ എവിടെ കൊണ്ട് വയ്ക്കുന്നു? സ്റ്റാൻഡിന്റെ, ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡിന്റെ പുറത്തുകൊണ്ട് വെക്കുന്നു. ഓക്കെ, ആൻഡ് വി ആർ കണ്ടിന്യൂയിങ് ദിസ് കംപ്രഷൻ. അപ്പൊ എന്താ സംഭവിക്കുന്നത് ആലോചിച്ച് നോക്കി. ഇനി ഈ ഗ്യാസ് കംപ്രസ് ചെയ്താൽ കളി മാറി. കാരണം എന്തുകൊണ്ടാണ്? ഇപ്പൊ ഇതിരിക്കുന്ന ഒരു ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡിന്റെ പുറത്താണ്. ദ വാൾസ് ഓഫ് ദ സിലിണ്ടർ ആർ ഓൾസോ ഇൻസുലേറ്റിംഗ്. അപ്പൊ ഇനി നമ്മൾ കംപ്രസ് ചെയ്ത എന്ത് പ്രോസസ് ചെയ്യും? അഡയബാറ്റിക് പ്രോസസ്. ഇനി ഇത് എന്ത് പ്രോസസ്സ് നമ്മൾ നടത്താൻ? ഇറ്റ് ഇസ് എ കംപ്രഷൻ പ്രോസസ്.
So this becomes an adiabatic compression. Okay. അപ്പോൾ ഇനി ഇതിന്റെ നാലാമത്തെ പ്രോസസ്സ് നമ്മൾ പറയുന്നത് is an adiabatic compression. Adiabatic compression പ്രത്യേകത എന്താ? ഇത് നമ്മൾ താഴേക്ക് തള്ളുമ്പോൾ എന്താ നമ്മൾ എന്താ ചെയ്യുന്നത്? യു ആർ ഗിവിംഗ് വർക്ക് ടു ദ സിസ്റ്റം അല്ലേ, യു ആർ ഗിവിംഗ് എനർജി ടു സിസ്റ്റം. അപ്പോൾ എന്ത് പറ്റും? ഈ എനർജി എങ്ങോട്ടൊക്കെയാ പോവുക? ദിസ് എനർജി ഗോസ് ടു ഇന്റേണൽ എനർജി ഓഫ് ദിസ് ഗ്യാസ്. Okay, this heat energy that is supplied will go to the internal energy of this gas. Internal energy അപ്പോൾ എന്ത് സംഭവിക്കും? കൂടും. കാരണം നമ്മൾ അങ്ങോട്ട് വർക്ക് എനർജി കൊടുക്കുകയല്ലേ. അപ്പോൾ ഇങ്ങനെ എനർജി കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക? The temperature will start to increase because internal energy will definitely increase. Okay. അപ്പോൾ എന്താ സംഭവിക്കുക? ഇതിന്റെ ഇന്റേണൽ എനർജി കൂടുമ്പോൾ എന്ത് പറ്റും? ടെമ്പറേച്ചറും കൂടും. അപ്പോൾ നമ്മൾ ഉറപ്പുവരുത്തുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ the temperature will increase up to T1. Temperature will increase up to T1. So the fourth process is an adiabatic compression. It's an adiabatic compression. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെ സൂചിപ്പിക്കുകയെന്ന് വെച്ചാൽ we will show it like this. We will show it like this. ഇപ്പോൾ എന്തായി നോക്കിയേ? We have reached back to point A. Can you name this process? This is a cyclic process. കാരണം എന്തുകൊണ്ടാ? We have reached, the system has come back to the original state. So this is a cyclic process. Okay. അപ്പോൾ നമുക്ക് ആരോ മാർക്ക് വെച്ച് കാണിക്കാം. ഇത് ഇങ്ങോട്ടേക്കാണ് പോകുന്നത്, ഇത് ഇങ്ങോട്ടേക്കാണ് പോകുന്നത്. Okay. So the system comes back to the point A where the pressure is P1, volume is P1, the temperature is T1. Okay. അപ്പോൾ ഇതിൽ രണ്ട് പ്രോസസ് ഐസോതെർമലും രണ്ട് പ്രോസസ് അഡയാബാറ്റിക്കും അല്ലേ? ഐസോതെർമൽ ഏതൊക്കെയാണ്? അതാ ഇത് ഐസോതെർമൽ ആണ്, ഐസോതെർമൽ എക്സ്പാൻഷൻ ആണ്, ഇത് ഐസോതെർമൽ കംപ്രഷൻ ആണ്. ദിസ് ഈസ് T2. കാരണം ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഗ്യാസ് ചേഞ്ച് ചെയ്യുമ്പോൾ ടെമ്പറേച്ചർ T1 നിൽക്കുന്നുണ്ട്, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഗ്യാസ് കംപ്രസ് ചെയ്യപ്പെടുമ്പോൾ T2 ടെമ്പറേച്ചർ നിൽക്കുന്നുണ്ട്. പക്ഷേ ഈ രണ്ട് കേസിലും ടെമ്പറേച്ചർ മാറുകയാണ്. ഇത് T1 നിന്ന് T2ലേക്ക് മാറുന്നുണ്ട്, ഇത് T2 നിന്ന് T1ലേക്ക് മാറുന്നുണ്ട്. Okay. Now what about the work done here? The work done, let us call it as W4 is R by gamma minus 1 into final temperature minus initial temperature. Or what is the final temperature? What is the, sorry, it is initial temperature minus final temperature. Okay, so it is T2 minus T1. Okay, I can say this is equal to minus R by gamma minus 1 into T1 minus T2. Okay, so this is W4. ഞാൻ ഇവിടെ എഴുതുന്നില്ല, അല്ലാണ്ട് താഴെ പോകും. So the work done in the last and final process is minus R by gamma minus 1 into T1 minus T2. എന്തുകൊണ്ടാണ് മൈനസ് ആയത്? Because it's a compression. Integral PD will be negative. Okay. അപ്പോൾ ആദ്യത്തെ രണ്ട് പ്രോസസ്സ് പോസിറ്റീവും രണ്ടാമത്തെ രണ്ട് പ്രോസസ്സ് നെഗറ്റീവ് വർക്ക് ഡൺ നമുക്ക് തരും. ശരി, ഇപ്പൊ 4 വർക്ക് ഡൺ നമ്മുടെ കയ്യിലുണ്ട്. വാട്ട്സ് എ ടോട്ടൽ വർക്ക് ഡൺ ഇൻ ദിസ് സൈക്ലിക് പ്രോസസ് വെച്ചാൽ ഈ 4 പേരെയും കൂടെ നമ്മൾ ആഡ് ചെയ്താലേ പറ്റും. അപ്പോൾ ഇപ്പോൾ നമ്മൾ 4 പ്രോസസ്സും കണ്ടു, 4 വർക്ക് ഡൺ കിട്ടി. അപ്പോൾ പ്രോസസ് നമുക്ക് ഒന്നുകൂടെ പറയാം. ഈ ഫസ്റ്റ് ഇസ് ഐസോതെർമൽ എക്സ്പാൻഷൻ, സോഴ്സിന്റെ പുറത്തുകൊണ്ട് നമ്മൾ ഇത് വെക്കുന്നു, എക്സ്പാൻഡ് ചെയ്യാൻ സംഭവിക്കുന്നു. അപ്പോൾ ഗ്യാസ് കുറച്ച് എക്സ്പാൻഡ്, ഐസോതെർമൽ എക്സ്പാൻഷൻ ആണ് സംഭവിക്കുക. നമ്മൾ ടെമ്പറേച്ചർ T1 നിലനിർത്തുന്നു, പ്രഷർ P2 V2 കണ്ടു കഴിയുമ്പോൾ ഓടിക്കൊണ്ട് സ്റ്റാൻഡിന്റെ പുറത്ത് കൊണ്ടുവയ്ക്കുന്നു. പിന്നെ നമ്മൾ വീണ്ടും എക്സ്പാൻഡ് ചെയ്യാൻ സംഭവിക്കുന്നു. അപ്പോൾ അവിടെ സംഭവിക്കുക ഒരു അഡയാബാറ്റിക് എക്സ്പാൻഷൻ ആണ്. അപ്പോൾ അഡയാബാറ്റിക് എക്സ്പാൻഷൻ ടെമ്പറേച്ചർ T2 വരെ ടെമ്പറേച്ചറിനെ കുറയ്ക്കും. കാരണം അഡയാബാറ്റിക് ആയ കാരണം എക്സ്പാൻഷന് വേണ്ട എനർജി ഗ്യാസിന്റെ ഉള്ളിൽ നിന്ന് എടുക്കും. അപ്പോൾ ടെമ്പറേച്ചർ T2ലേക്ക് കുറയും. ഇനി ടെമ്പറേച്ചർ T2 എത്തിയെന്ന് കണ്ടു കഴിയുമ്പോൾ വിൽ ക്രിയേറ്റ് ആൻ ഐസോതെർമൽ കംപ്രഷൻ. ഗ്യാസ് നമ്മൾ കംപ്രസ് ചെയ്യുന്നു. Okay, സിങ്കിന്റെ പുറത്ത് വെച്ച് കംപ്രസ് ചെയ്യുന്നു. സോ ദാറ്റ് എനി ഹീറ്റ് ആൻഡ് ദി ചേഞ്ച് ഈസ് റിജക്റ്റഡ് ടു ദി സിങ്ക്. സോ ഇറ്റ് ഈസ് ബിക്കംസ് ആൻ ഐസോതെർമൽ കംപ്രഷൻ. ഇനി നമ്മൾ ഐസോതെർമൽ കംപ്രഷൻ നമ്മൾ P4 V4 വോളിയം എത്തിയെന്ന് കണ്ടു കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? തിരിച്ച് സ്റ്റാൻഡിന്റെ പുറത്തുകൊണ്ട് വെച്ച് പിന്നെയും കംപ്രസ് ചെയ്യുന്നു. അതാണ് അഡയാബാറ്റിക് കംപ്രഷൻ. ദിസ് ക്രിയേറ്റ്സ് എ സൈക്ലിക് പ്രോസസ് ആൻഡ് ദിസ് ക്യാൻ ഗോ ഓൺ.
this can go on and on. അപ്പോൾ നമുക്ക് വേണ്ടത് ഇങ്ങനെ ഒരു തവണ ഈ ഒരു സൈക്ലിക് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഊർജ്ജം വല്ല മെച്ചം ഉണ്ടോ? ഇസ് ദർ എനി ബാലൻസ് ഓഫ് എനർജി ദാറ്റ് വി ആർ ഗെറ്റിംഗ്? കാരണം ഇതിൽ നിന്ന് എനർജി പുറത്ത് ബാക്കിയുടെ പുറത്ത് വന്നാൽ ഇറ്റ് മീൻസ് ദാറ്റ് സിസ്റ്റം ഇസ് ഗിവിംഗ് us എനർജി. 4 വർക്ക് നമ്മുടെ കയ്യിലുണ്ട്. ഈ 4 വർക്ക് നെറ്റ് വർക്ക് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ പോസിറ്റീവ് വർക്കാണ് നമുക്ക് ആൻസർ കിട്ടുന്നതെങ്കിൽ ഇറ്റ് മീൻസ് ദാറ്റ് യു ആർ ഗെറ്റിംഗ് വർക്ക് ഫ്രം ദിസ് പ്രോസസ്. ഓക്കെ, നമുക്ക് അതാണ് അടുത്ത് കണ്ടുപിടിക്കേണ്ടത്. ദ വർക്ക് ഡൺ in a Carnot cycle. Now this set of 4 processes is known as a Carnot cycle. Cycle എന്ന് പറയുന്നത് this is a cyclic process. Okay, this is a Carnot cycle performed by a Carnot engine. Okay, അപ്പോൾ ഇതൊരു Carnot cycle ആണ്. We want to find out the work done in one cycle of a by a Carnot engine. ഇത് ഒരു തവണ തിരിച്ചിട്ട് എ എന്നുള്ള പൊസിഷനിലേക്ക് തിരിച്ചെത്തുമ്പോൾ എത്ര ഊർജം മെച്ചമുണ്ട് എന്നാണ് നമുക്ക് അടുത്ത് കാണേണ്ടത്. ഓക്കെ.